ഹലോ, ഇന്നൊരു ക്യാബേജ് റൈസ് ആയാലോ? ക്യാബേജ് റൈസ് എന്നോ ക്യാബേജ് ഫില്ലിംഗ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓരോ ഇതളുകൾ ആയിട്ട് ഇളക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. ഇത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി പോകും. ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. ചെറുതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ ഈസി ആയിട്ട് ഇങ്ങനെ ഇളകിപ്പോകും. അപ്പം വലുതാകൊണ്ട് ഇത്രയും ഇതളിൻ്റെ ആവശ്യം എനിക്കില്ല, വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ ഒരു ക്യാബേജ്. അപ്പം ആ ക്യാബേജിൻ്റെ ഇതളെല്ലാം ഇട്ടിട്ട് ഞാൻ അത് തിളപ്പിക്കാൻ വെച്ചു. തിളയ്ക്കുമ്പം ആ ഇലയെല്ലാം നൈസായിട്ട് വരും. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മീറ്റ് എടുത്തിട്ടുണ്ട്. മാഷ്ഡ് മീറ്റ് എടുത്തു. അതിനകത്തേക്ക് സവോളയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇതാ നോക്ക്, നമ്മുടെ ക്യാബേജ് അവിടെ തിളച്ച് റെഡിയായിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് റൈസ് ഇട്ട് കൊടുത്തു. ശേഷം മല്ലിയില ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. ഈ സെയിം തന്നെ ഞാൻ നമ്മുടെ ക്യാപ്സിക്കം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഫില്ലിംഗ് ആണ്, ക്യാബേജ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഓരോരോ ക്യാബേജ് എടുത്തിട്ട് നമുക്ക് ആ റൈസ് ആ ഫില്ലിനകത്തോട്ട് വെച്ചിട്ട് ഇതിന് ചുരുട്ടുന്നതാണ് പാട്. എങ്ങനെയെങ്കിലുമൊക്കെ ചുരുട്ടി വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചുരുട്ടി ഞാൻ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാം. ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ അലിയിച്ചെടുക്കുക. അലിയിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, നമ്മൾ ചുരുട്ടി വെച്ചേക്കുന്നതിനകത്തോട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കത്തിക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഒരു 5-10 മിനിറ്റ് മതിയായിരിക്കും. 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയാകും. അപ്പോൾ ഓക്കെ, താങ്ക് യു.